സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 3 കുട്ടികൾ മരിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു. കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധമുള്ള ആൾക്കാരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. ഈ അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങൾ വളരെ കുറവാണ്. ലോകത്ത് ഇത്തരം വെള്ളവുമായി സമ്പർക്കത്തിൽ വന്ന 10 ലക്ഷത്തോളം പേരിൽ 2.6 പേരിലാണ് ഈ രോഗം വരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസുഖം വേഗത്തിൽ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. ഇതിന് ഫലപ്രദമായ ചികിത്സയും കുറവാണ്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി മൃദുൽ എന്ന 14-കാരൻ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ജൂൺ 24-നായിരുന്നു കുട്ടിയെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതോടെ 2 മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിക്കുന്ന കുട്ടികളുടെ എണ്ണം 3ആയി. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. 3 കുട്ടികളിലും ഈ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ചികിത്സയിലിരിക്കെ കുട്ടികളുടെ നില വഷളാവുകയും കോമയിലാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു. രോഗകാരണമായ അമീബ സാധാരണയായി ശുദ്ധജലത്തിലും നദികളിലും ചെളിവെള്ളത്തിലും എന്തിന് സ്വിമ്മിംഗ് പൂളിലും ടാപ്പ് വെള്ളത്തിലും വരെ കാണും. നമുക്ക് ചുറ്റിലും ഇതുണ്ട്. എന്നാൽ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിൽ മാരകമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതുള്ളിൽ കടന്നാൽ തീവ്രമായ തലവേദന, പനി, ഊക്കാനം, ഛർദി, കഴുത്തുതിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും. പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവുന്നു. നട്ടെല്ലിൽ നിന്ന് സ്രവം കൊത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത്. ഈ അമീബയെ ആദ്യമായി കണ്ടെത്തിയത് ഓസ്ട്രേലിയയിലാണ്. ഇതിന്റെ തുടക്കം US-ൽ നിന്നെന്നാണ് കരുതുന്നത്. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുക, മൂക്കിലൂടെ വെള്ളമൊഴിക്കുക തുടങ്ങിയവയിലൂടെയാണ് അമീബ ശരീരത്തിലെത്തുക. ഈ അമീബ തലച്ചോറിനെ തിന്നുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത് പുറത്തുവിടുന്ന കെമിക്കൽ തലച്ചോറിലെ കോശത്തിലെ പ്രോട്ടീനെ അലിയിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ച 3 കുട്ടികളും വെള്ളത്തിൽ കളിക്കുകയും അവരുടെ മൂക്കിലൂടെ അമീബ ശരീരത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ കുട്ടികൾ വെള്ളത്തിൽ കുളിച്ചു എന്ന് പറയുന്ന വെള്ളത്തിൽ കുളിച്ച മറ്റാർക്കും ഈ അസുഖം പിടിപെട്ടിട്ടില്ല. ഇതിനർത്ഥം അമീബ കുട്ടികളുടെ മൂക്കിലൂടെ തലച്ചോറിലേക്ക് പ്രവേശിച്ചു എന്നാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അസുഖം പരന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അസുഖം വന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ മൂർച്ഛിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക, മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക എന്നിവയിലൂടെ ഈ രോഗം വരാതെ നോക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽക്കുളങ്ങളിൽ കുട്ടികൾ കുളിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതിനാൽ തന്നെ വൃത്തിഹീനമായ ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങരുതെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളുകൾ നന്നായി ക്ലോറിനേറ്റ് ചെയ്യണം. കുട്ടികളിലാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നതായി കാണുന്നത്. അതിനാൽ കുട്ടികൾ ജലാശയങ്ങൾ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണം. സ്വിമ്മിംഗ് നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നതും രോഗം ബാധിക്കാതിരിക്കാൻ സഹായിക്കും. ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു.